ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്ന പൈസയ്ക്ക് നല്ല ഗ്രാഫിക്സ് കാർഡ് വെച്ചുകൊണ്ട് ഒരു PC ബിൽഡ് ചെയ്താലും എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ആയിട്ട് നമ്മളിപ്പം 8 lakhs-ന്റെയും 6 lakhs-ന്റെയും 5 lakhs-ന്റെയും ഒക്കെ PC ബിൽഡ് വീഡിയോ ഇടുമ്പോൾ പലരും വന്ന് ചോദിക്കുന്നത് ചേട്ടാ എനിക്കൊരു 15,000 രൂപ ബഡ്ജറ്റാണ് ഉള്ളത്, ഒരു 20,000 രൂപ ബഡ്ജറ്റാണ് ഉള്ളത്, 25-30-നകത്തൊക്കെ ചേട്ടാ ഒരു നല്ല GTA 5 ഒക്കെ സ്ട്രീം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു 1 year ബാക്ക് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പുതിയ കുറേ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ആവി ആൻഡ് യു ആർ വാച്ചിങ് geekboz TV. ഗൈസ്, ആദ്യം തന്നെ ഈ 25,000, 20,000, 15,000 രൂപ ബഡ്ജറ്റ് എന്ന് പറയുന്നതിൽ ഒരു പുതിയ ബ്രാൻഡ് ന്യൂ PC ബിൽഡ് ചെയ്യാനായിട്ട് കുറച്ചധികം കൺസ്ട്രെയിൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഈവൻ ഇഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയിൽ വളരെയധികം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ എല്ലാ കോമ്പണൻസും ഏതെടുക്കണം, എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത്, ഈ 25,000 ബഡ്ജറ്റിലൊക്കെ എന്തൊക്കെ ചൂസ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ പ്രൊസസർ ചോയ്സ് ആയിട്ട് ഇന്റലിന്റെ Core i5 10th generation ഓർ എബോ, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് റൈസൺ ആണ് നോക്കണമെങ്കിൽ 3600 പ്രോസസർ ഒക്കെ ഇന്റലിന്റെ i5 അല്ലെങ്കിൽ റൈസന്റെ 5 3600. നിങ്ങൾക്ക് ഒരു 4,000 തൊട്ട് 5,000 രൂപ വരെ നിങ്ങൾക്ക് പ്രോസസറിന് മാറ്റി വെക്കാം. കാരണം 25 വരെ ഒക്കെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 4,000 തൊട്ട് 5,000 ആണ് അതിന്റെ ഒരു സ്വീറ്റ് സ്പോട്ട്. പിന്നെ ഇന്റലിന്റെ i5-ഉം ഈ പറഞ്ഞ റൈസൻ 5 3600-യും ഗെയിമിങ്ങിനും ആവശ്യത്തിനുള്ള ഒരു ബഡ്ജറ്റ് ലെവൽ 1080p സ്ട്രീമിങ്ങിനും ഉപകാരപ്പെടും. നിങ്ങൾക്ക് i3-ലോട്ടോ അല്ലെങ്കിൽ ഇതിന് താഴെയുള്ള റൈസൻ 3-ലോട്ടോ ഈ ഒരു പർട്ടിക്കുലർ ബഡ്ജറ്റിൽ നിങ്ങൾ പോവാതിരിക്കുക. മേജർലി റൈസൻ 5 ഇല്ല എങ്കിൽ ഇന്റലിന്റെ Core i5 പ്രിഫർ ചെയ്യുക. അത് 10th generation ആൻഡ് എബോ മസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. ഗൈസ്, ഈ ഒരു പർട്ടിക്കുലർ PC ബിൽഡിൽ നിങ്ങൾക്ക് കൂളറിന് ഒരു ഓപ്ഷൻ ഉണ്ട്. പലരും ലിക്വിഡ് കൂളർ ഓപ്ഷൻ ഉണ്ടോ ചേട്ടാ, എനിക്ക് എയർ കൂളർ ഉണ്ടോ? ബഡ്ജറ്റ് 25-നും 20-നും ഒക്കെ ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് കൂളർ ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം സ്റ്റോക്ക് കൂളറിന് അഡീഷണൽ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ഇൻ കേസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുറച്ച് ബഡ്ജറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഒരു കൂളർ വാങ്ങിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഗൈസ്, മദർ ബോർഡ് ചോയ്സ് ആയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് MSI Gigabyte ഉണ്ട്, Asus ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണോ എടുക്കാം. AMD എടുക്കുകയാണെങ്കിൽ B450 ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. 2,500 തൊട്ട് 2,800 രൂപ വാല്യൂല് നിങ്ങൾക്ക് മദർ ബോർഡ്സ് പ്രീ ഓൺഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നമ്മൾ ഇന്റൽ ആണ് നോക്കണമെങ്കിൽ അസൂസിന്റെ H410ME മദർ ബോർഡ് ആൻഡ് എബോ 510 ഒക്കെ ആണെങ്കിൽ പുതിയ ജനറേഷൻ വരുന്ന അനുസരിച്ച് മദർ ബോർഡ് നിങ്ങൾക്ക് ചോയ്സ് എടുക്കാവുന്നതാണ്. 410ME ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് ലെവലിൽ 10th generation സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ്. 2,000-2,500 റേറ്റിൽ നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഗൈസ്, അടുത്ത റാം ചോയ്സ് ആയിട്ട് ഒരു 16 GB ഓഫ് DDR4 റാം ആണ് റെക്കമെൻഡഡ്. ഈ ഒരു കാലഘട്ടത്തിൽ 2024 നിങ്ങൾ ഒരു GTA 5 ഗെയിമോ സ്ട്രീമോ വാലറന്റോ എന്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം DDR4 മിനിമം നിങ്ങൾ 16 GB റാം എങ്കിലും ചൂസ് ചെയ്യുക. DDR3 കാലഘട്ടം കഴിഞ്ഞു. 8 GB റാം ഒക്കെ ആണെങ്കിൽ ഒരു 2,600 അതിന്റെ മുകളിലുള്ള 3,000 മെഗാഹെർട്സിന്റെ 3,200 മെഗാഹെർട്സ് കിട്ടും. 1,200 രൂപയൊക്കെയാണ് യൂസ്ഡ് അല്ലെങ്കിൽ പ്രീ ഓൺഡ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 2 സ്റ്റിക്ക് വരുമ്പോൾ 2,400, 2,300, 2,400 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് റാമിന് സ്പെൻഡ് ചെയ്യാവുന്ന ബഡ്ജറ്റ് ആണ്. ഗൈസ്, സ്റ്റോറേജിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 240 GB ആൻഡ് എബോ, ഒരു 512 GB ഒക്കെയാണ്. എസ്പെഷ്യലി നിങ്ങൾ GTA ഒക്കെ കളിക്കുകയാണെങ്കിൽ ഒരു 100 GB മുകളിൽ തന്നെ ഗെയിമിന്റെ ഫയൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴുള്ള എല്ലാ ഗെയിംസിന്റെ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ 100 GB പ്ലസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം ഒരു 512 GB ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് അത്ര ബഡ്ജറ്റ് ഇല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 240 GB എങ്കിലും നിങ്ങൾ പ്രിഫർ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് അതിനും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഒരു 128 GB ഏറ്റവും കുറഞ്ഞ SSD നിങ്ങൾക്ക് 400 തൊട്ട് 500 രൂപ റേറ്റിനകത്ത് നിങ്ങൾക്ക് പ്രീ ഓൺഡ് ആയിട്ട് കിട്ടും. അതോടൊപ്പം ഒരു 1 TB ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഗൈസ്, SSDക്ക് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ചിലവാക്കേണ്ട ബഡ്ജറ്റ് എന്ന് പറയുന്നത് 500 തൊട്ട്, അതായത് 128 GB ഒക്കെ ആണെങ്കിൽ 500 തൊട്ട് 2,000 രൂപ വരെയാണ്. 2,000-ന് നിങ്ങൾക്ക് എന്തായാലും ഒരു 500 GB അല്ലെങ്കിൽ 512 GB SSD എന്തായാലും കിട്ടും. ഇനി ഹാർഡ് ഡിസ്ക് ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ 1,900 രൂപയ്ക്ക് 1 TB പ്രീ ഓൺഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അതൊരു 1,800, 1,900 റേറ്റിനൊക്കെ നിങ്ങൾക്ക് സ്യൂട്ടബിളി 1 TB കിട്ടും. 2 TB ഒരു 2,500 റേറ്റ് ഒക്കെ വരും. അപ്പോൾ ഈ ഒരു പ്രൈസിനകത്ത് വേണം നിങ്ങൾ ഹാർഡ് ഡിസ്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ വെക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഹാർഡ് ഡിസ്ക് എപ്പോഴും സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് മാത്രം ചൂസ് ചെയ്യുക. പ്രൈമറി ആയിട്ട് ഒരിക്കലും ഹാർഡ് ഡിസ്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഗൈസ്, ഗ്രാഫിക്സ് കാർഡ് ആയിട്ട് നിങ്ങൾ 1650 എസ്പെഷ്യലി GTX സീരീസിലെ എല്ലാ ലൈനപ്പും സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രീ ഓൺഡ് ആയിട്ടൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് GTX-ന്റെ 1050 Ti, 1650, 1660, 1660 സൂപ്പർ അങ്ങനത്തെ കാർഡ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രീ ഓൺഡ് ആയിട്ട് കിട്ടും. ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 4,000-5,000 റേറ്റിനകത്ത് കിട്ടും. 1650 ഒക്കെ ആണെങ്കിൽ ഒരു 6,000 റേഞ്ചിന് കിട്ടും. 1660 ആൻഡ് 16 സൂപ്പർ ഒക്കെ ആണെങ്കിൽ ഒരു 7,000 to 8,500 റേറ്റിനകത്തൊക്കെ നിങ്ങൾക്ക് 1660 സൂപ്പർ 6 GB ഗ്രാഫിക്സ് കാർഡ് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് GTA 5 കളിക്കാൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വാലറന്റ് കളിക്കാൻ ആയിക്കോട്ടെ, അത്യാവശ്യം ഒരു മിഡ് ലെവൽ സീരീസ്
സീരീസ് ആയിട്ടൊക്കെ കണക്കാക്കാവുന്ന കാർഡുകളാണ് ഈ GTX-ന്റെ 1660 സീരീസ് ഒക്കെ കേട്ടോ. കാരണം ഇത് ഇറങ്ങിയ സമയത്ത് 30,000 റുപ്പീസിന് മേലെ ആയിരുന്നു എന്റെ പ്രൈസ്. പക്ഷേ ഇപ്പോ ഈ ഒരു പ്രോഡക്റ്റ് നിർത്തിയത് കൊണ്ട് തന്നെ ഇതിന്റെ റേറ്റുകളും അത്യാവശ്യം കമ്മിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു 25,000 ബഡ്ജറ്റിനകത്ത് നിങ്ങൾക്ക് ഈ 1660 സൂപ്പർ വെച്ചിട്ട് തന്നെ 6GB ഗ്രാഫിക്സ് കാർഡ് വെച്ച് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി ഒരിക്കലും നിങ്ങൾ 2GB എടുത്ത് പോകരുത് കേട്ടോ. കാരണം ഈവൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗെയിംസുകൾ പോലും മിനിമം റെക്കമെൻഡഡ് 4GB ആൻഡ് എബോ ആണ്. 6GB ആൻഡ് എബോ ഏറ്റവും കുറഞ്ഞതായിട്ട് നിങ്ങൾ കണക്കാക്കുക. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ 8GB VRAM ആയിരിക്കും ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നത്. ഗൈസ്, ഇനി ഇതേപോലത്തെ ഒരു ഗ്രാഫിക്സ് കാർഡും ഈ പറഞ്ഞ പ്രൊസസറും മദർ ബോർഡും ഒക്കെ ചൂസ് ചെയ്തിട്ട് നമ്മൾ അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു പവർ സപ്ലൈ എന്തായാലും വേണം. തീരെ അങ്ങ് റേറ്റ് കുറഞ്ഞ ഒരു PSUലോട്ട് പോവാതിരിക്കുക. ഏറ്റവും കുറഞ്ഞ 400-500 രൂപയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ PSUs പലരും പ്രിഫർ ചെയ്യാറുണ്ട്. പക്ഷേ ഇൻ ദ ലോങ് റൺ ഈ PSU കംപ്ലൈന്റ് ആവുകയും പല കോമ്പണൻസിനെ എഫക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബ്രോൺസ് സർട്ടിഫൈഡ് PSU എങ്കിലും റെക്കമെൻഡഡ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 450 വാട്ട്സ്. പക്ഷേ 1660 സൂപ്പർ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം TDP കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു 550 വാട്ട്സ് ആൻഡ് എബോ നിങ്ങൾക്ക് മാർക്കറ്റ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഒരു റേറ്റ് നോക്കുമ്പോൾ ഒരു 1800 to 2000 റേറ്റിന് താഴെ തന്നെ നിങ്ങൾക്ക് പ്രീ ഓൺഡ് ആയിട്ടൊക്കെ മാർക്കറ്റിൽ കിട്ടും. അതുകൊണ്ട് ആ ഒരു 2000 രൂപ ബ്രാക്കറ്റ് വരെ ഇതിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കാം. കൂളർ മാസ്റ്റർ, ഡീപ് കൂൾ, കോസെയർ എന്നീ ബ്രാൻഡുകളുടെ ഒക്കെ നിങ്ങൾക്ക് പ്രീ ഓൺഡ് ആയിട്ട് കിട്ടും. അതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഈ പറഞ്ഞ യൂസ്ഡ് അല്ലെങ്കിൽ പ്രീ ഓൺഡ് ആയിട്ടുള്ള പാർട്സുകൾ എടുക്കാവൂ. കാരണം പലരും ചതിക്കുഴിയിൽ പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കംപ്ലൈന്റ് ആയി. ഫേസ്ബുക്കിലും OLX-ലൊക്കെ ഇഷ്ടംപോലെ മാർക്കറ്റിൽ പലരും വിൽക്കുന്നുണ്ട്. പല സ്കാംസും ഉണ്ട്. ഈ ഇടയ്ക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ആമസോണിൽ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയപ്പോഴത്തേക്ക് പേയ്മെന്റ് അപ്ഫ്രണ്ട് കൊടുത്ത് വാങ്ങണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ COD ആണ് പ്രിഫർ ചെയ്തത്. ഇത് കണ്ടിട്ട് അത്ര പന്തിയല്ല. അപ്പോൾ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഓർഡർ ചെയ്തതൊന്ന് വന്നത് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പ്രോഡക്റ്റ്. അത് അതേപോലെ സിപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഗൈസ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഒരു ക്യാബിനറ്റ് എന്തായാലും ഇതിന് അത്യാവശ്യമായിട്ട് വേണം. എല്ലാ PC-യിലും പ്രീ ഓൺഡ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ക്യാബിനറ്റിന് 4000-5000 രൂപയൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. അവിടെ ഏറ്റവും കുറഞ്ഞത് 1000 റുപ്പീസിന് ഒരു പ്രീ ഓൺഡ് ക്യാബിനറ്റ്സ് അവൈലബിൾ ആണ്. 1500 പിന്നെ 2000 റേഞ്ചിലൊക്കെ ആണെങ്കിൽ നല്ല ക്യാബിനറ്റ് കിട്ടും. ഒരു 5000-6000 രൂപ വില വരുന്ന ക്യാബിനറ്റ് ഒക്കെ 2000 റുപ്പീസിനൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഗൈസ്, ഇനി ഒരു PC ബിൽഡ് ചെയ്തിട്ട് അതിന്റെ മോണിറ്റർ, കീബോർഡ്, മൗസ് എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തൊരു കാര്യം കീബോർഡ് മൗസോ ഒന്നും നിങ്ങൾ ഇന്ന് യൂസ്ഡ് വാങ്ങാതിരിക്കുക. കാരണം ഒരാൾ ഉപയോഗിച്ച് 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞ് പല ഡേർട്ടി ആയിട്ടുള്ള കീബോർഡ് മൗസൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഹൈജീനിക്. അതുകൊണ്ട് തന്നെ 1000 രൂപയ്ക്കുള്ള കീബോർഡ് മൗസ് നിങ്ങൾ പുതിയതായിട്ട് തന്നെ വാങ്ങാൻ നിൽക്കുക. മോണിറ്റർ വേണമെന്നുണ്ടെങ്കിൽ യൂസ്ഡ് വാങ്ങാം. പക്ഷേ ഒരു ഡെഡ് പിക്സൽ പോലും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ യൂസ്ഡ് ആയിട്ടുള്ള മോണിറ്റേഴ്സ് നിങ്ങൾ എടുക്കാവൂ. വാറണ്ടി ലെഫ്റ്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഈ പ്രോഡക്ട്സുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് വെരിഫൈഡ് ആയിട്ടുള്ള റീസെല്ലേഴ്സ് ഉണ്ട്. ഓക്സ്ഷോർ എന്നാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള വെരിഫൈഡ് സെല്ലേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഇവിടുത്തെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. മറ്റുള്ള ആൾക്കാർക്കും അത് ഉപകാരപ്പെടുತ್ತೆ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഈസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്. ഇനി എൻ്റെ അടുത്ത് നീ ഒരാഴ്ച കൊണ്ട് വീഡിയോ എന്ന് പറഞ്ഞു തരരുത്.